നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എന്നെ വിട്, എനിക്ക് പോണം. ആൾ തന്നിലുള്ള അവന്റെ പിടിയയക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞോടി കോപ്പ് നിന്റെ മോങ്ങലും പരാതി പറച്ചിലൊക്കെ. ആൾ അവന്റെ ഓരോ ചെറിയ നീക്കത്തിലും കുതിച്ചു വരുന്ന തന്റെ മനസ്സിനെ നിയന്ത്രിക്കാനെന്ന പോൽ അവളോട് മുരണ്ടുകൊണ്ട് ചോദിച്ചു. ആ അടഞ്ഞിടുന്ന മുറിയുടെ വാതിൽ കൊട്ടിയേട്ടത് ഒരുപോലെയാണ്. അത് കേൾക്കെ അവൻ അവളെ വിട്ടകം നിന്നുകൊണ്ട് പോയി വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ചിന്നനെയും അവന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും കാണെ അങ്ങോട്ടേക്ക് നോക്കുന്നവരുടെ കണ്ണുമിഴിഞ്ഞു. ആൾ വാതിക്കൽ നിന്ന് ഇന്ദ്രനെ തള്ളി മാറ്റിക്കൊണ്ട് വേഗം അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിപ്പറിക്കുന്ന പോലെ വാങ്ങി. മേ കുഞ്ഞ് അവൾക്കടുക്കിലേക്ക് എത്തിയതും ആളുടെ കവളിലേക്ക് കൈവച്ചുകൊണ്ട് വിളിച്ചു. ഇയാളെന്തിനാ കുഞ്ഞിനെ എടുത്ത്? അവൾ അതിനെ അവഗണിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. പാപ്പ എഴുന്നേറ്റെടുക്കുന്നുണ്ടപ്പോൾ എടുക്കാൻ തോന്നി. അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഇയാളോട് ആരാ മുറിയിലേക്ക് പോകാൻ പറഞ്ഞ്? ആരോട് ചോദിച്ചിട്ടാ കുഞ്ഞിനെടുത്ത്? ആൾ അവനെ നോക്കി അടുപ്പിച്ച് ചോദിക്കവേ അതിനവന് മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ മുഖത്തെ ചിരി അത് അതുപോലെ തന്നെ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു. ഇയാളോട് ഞാൻ ചോദിച്ചു കേട്ടില്ലേ എന്തിനാ കുഞ്ഞിനെടുത്തെന്ന്? നീലി. ഇന്ദ്രന്റെ ശബ്ദം അവളെ നിയന്ത്രിക്കാനെന്ന പോലെ ഒരു താക്കീതിന്റെ സ്വരത്തിൽ അവിടെ ഉയർന്നു. അവളവനെ തിരിഞ്ഞു നോക്കി. കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും, നീ മോളെയും കൊണ്ട് ചെല്ല്. അവൻ അവളോട് പറയവേ അവൾ ചിന്നനൊരിക്കൽ കൂടിയും തറപ്പിച്ച് നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് കുഞ്ഞുമായി നടന്ന് നീങ്ങി. അപ്പോഴവൻ അവൾ പോകുന്ന നോക്കി അതേ ചിരിയോടെ അവിടെ നിന്നു. അവള് നിന്റെ ചിഹ്നമല്ല, എന്റെ നീലിയ. അത് നീ പലപ്പോഴും മറക്കുന്നുണ്ട്. അത് നിനക്കൊരിക്കലും നല്ലതിനാവില്ല. ഇന്ദ്രൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവൻ നോക്കി താക്കിയതോടെ പറഞ്ഞു. അപ്പോഴവന്റെ ചുണ്ടിൽ ആ ചിരി മായാ നിന്നിരുന്നു. ചിഹ്നമല്ല നീലി, അത് രൂപത്തിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും. അതുകൊണ്ട് കാണുന്ന പെണ്ണുങ്ങളെല്ലാം നീ അവളെ തരാൻ ശ്രമിക്കരുത്. അത് നിന്റെ നാശത്തിലായിരിക്കും കലാശിക്കുക. ഇന്ദ്രന്റെ സ്വരത്തിൽ ശാന്തമായ ഒരു ഭീഷണി നിലനിൽക്കും പോലെ. നീ നിന്റെ കൈ കൊണ്ട് കൊന്നവളെയാ നീ ഇപ്പൊ കാണുന്നവരിലെല്ലാം തിരഞ്ഞുകൊണ്ട് നടക്കുന്നെന്ന് ഓർമ്മ വേണം. ഇന്ദ്രന്റെ ആ വാക്കുകൾ അവനിലെ ചിരി പൂർണ്ണമായും തുടച്ചു നീക്കിയിരുന്നു. അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നപ്പോ തീർന്നല്ലേ നിനക്ക് അവളോടുള്ള ദേഷ്യം? അതവിടെ കഴിഞ്ഞു എന്ന് കരുതി കാണുന്ന പെണ്ണുങ്ങളെല്ലാം നിന്റെ കയ്യിലെ പാവുകളാണെന്ന പോലെ ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. ഇന്ദ്രൻ തന്റെ തീക്ഷ്ണമായ മിഴികളോടെ നോക്കുന്നവനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. ചിന്നുവിന്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും നീ നീലിയെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കരുത്. കാരണം അവൾ എന്റെ നീലിയ. അറിയാതെ പോലും നീ അവിടെ ചിന്തകളിലേക്ക് കടന്നു വരരുത്. വന്നാ പിന്നെ നീ ആരെയും നിന്റെ ഈ കണ്ണുകൊണ്ട് കാണില്ല. അവൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവൻ നോക്കി മുരണ്ടുകൊണ്ട് അവിടുന്ന് നടന്നകന്നിരുന്നു. ഇന്ന് വണ്ടിയിൽ അത്ര തിരക്കില്ലല്ലോടാ. മേഘൻ പതിവിന് വിപരീതമായി ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ കണ്ടതും നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിനകത്തേക്ക് കയറിക്കൊണ്ട് തനിക്കരികിൽ നിന്ന് രാഹുവിനോടായി പറഞ്ഞു. ആളുകൾക്കൊക്കെ ബുദ്ധി വന്നു തുടങ്ങിയടാ, അതിൽ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. രാഹു അവനെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിനടുത്തുള്ള നീളം സീറ്റിലേക്ക് ഇരുന്നു. അത് കേട്ടതും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന മേഘൻ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി. നീ അതിനിങ്ങനെ ആ ഉണ്ട കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ. അവൻ തന്നെ കണ്ണുരുട്ടി നോക്കുന്നവനെ കാണെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഈ ചളുങ്ങിയ പേടത്തിനകത്ത് ഇപ്പോഴും ആളുകൾ കയറുന്നതിനെ പുണ്യാണെന്ന് കരുതാതെ അവൻ ആള് കൂടുതൽ കയറായിട്ടായിനി. രാഹു ചുണ്ടുകൊട്ടിക്കൊണ്ട് മേഘനെ നോക്കി പറഞ്ഞു. അവിടെ നല്ലപോലെ എരിഞ്ഞു തുടങ്ങിയിരുന്നു. അതിന് മാത്രമേ എന്ത് കുഴപ്പാടാതെണ്ടി നീ എന്റെ പ്രിയത്തിന് കണ്ടത്? മേഘൻ അവനെ നോക്കി പല്ലടിച്ചുകൊണ്ട് ചോദിച്ചു. സോ സിമ്പിൾ. നിനക്ക് പ്രിയമായത് ബാക്കിയുള്ളവർക്ക് അപ്രിയ. അതങ്ങനെ ആവാൻ കാരണം നീ ഒറ്റ ഒരുത്തനും. ഞാൻ എന്തോ ചെയ്തടാ കോപ്പേ? മേഘൻ അവനെ നേർക്ക് ചാടി. വലിയ ബസ് മുതലാളിയാണെന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ, ഇടക്കൊക്കെ ആ ബസ്സിനെ കൂടി ഒന്ന് പരിഗണിക്കണം. രാഹു പറഞ്ഞുകൊണ്ട് കാലെടുത്ത് ഗിയർ ബോക്സിലേക്ക് വെച്ചു. ഇതിനെന്താടാ കോപ്പ ഇത്ര പ്രശ്നം? മേഘൻ അവന് നേരെ അലറി. എടാ നീ ഒന്ന് ശരിക്ക് കണ്ണൂർ നോക്കി, അപ്പൊ കാണാൻ എന്താ പ്രശ്നം? അതെങ്ങനെയാ? കണ്ണൂർ നോക്കില്ല, ആദ്യം കണ്ണവിടെ ഉണ്ടാവണം. ഇത് ഉള്ള രണ്ട് ഉണ്ടക്കണ്ണിന് അങ്ങ് 10 ഏപ്രിൽ വെച്ചിട്ടല്ലേ വന്നിരിക്കുന്നേ. രാഹു തന്നെ നോക്കി പല്ലിറുമ്പുന്നവനായി കുത്തി പറഞ്ഞു. 10 ഏപ്രിൽ വെച്ചെങ്കിലേ കണക്കായി പോയി, അല്ലാതെ നിന്നെ പോലെ കണ്ട കൊളക്കടൽ വെച്ചുകൊണ്ട് വന്നില്ലല്ലോ. മേഘൻ തന്നെ പുച്ഛിച്ചവൻ അതേ നാണത്തിൽ തിരിച്ചു പുച്ഛിച്ചുകൊണ്ട് പറയവേ അതുവരെ പുച്ഛ നിറഞ്ഞിരുന്നതിന്റെ മുഖം ഇഞ്ചി അടിച്ച കുരങ്ങിന്റെ കൂട്ടായി മാറിയത് പെട്ടെന്നായിരുന്നു. അവൻ വലിയ ഉപദേശകം വന്നിരിക്കുന്നു. മേഘൻ മുണ്ട് മടക്കി കുത്തി പറഞ്ഞുകൊണ്ട് പുറകിലെ സീറ്റിലേക്ക് നടന്നു. തമ്പ്രാ, പെട്ടെന്നാണ് അവനെ വിളിച്ചുകൊണ്ട് മണിയിൽ അങ്ങോട്ടേക്ക് ഓടി വന്ന്. എന്താടാ? അവൻ ബസ്സിനകത്ത് നിന്ന് പുറത്തേക്ക് തലയിട്ടുകൊണ്ട് ചോദിച്ചു. തമ്പ്രാ, അവങ്ക വണ്ടി പോരും, നീക്ക് വണ്ടി എടുക്ക സൊല്ലുങ്കേ. മണിയൻ പറഞ്ഞുകൊണ്ട് ബസ്സിനകത്തേക്ക് കയറി. നീ എപ്പോഴാണ് തിരികെ വന്ന്? നിനക്ക് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് വന്നാൽ പോരായിരുന്നോടാ? പാൽമാക്രി, ആ വേലുവിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയതല്ലേ. രാഹു മുന്നിലെ വാതിൽ വലിച്ചടച്ച് അതിനിടയിൽ സ്ഥാനം പിടിച്ച മണിയനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ അത് ചൊല്ലാൻ മറന്നിട്ടേ, അന്ന് വെയിലും ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എപ്പോ വേണേലും ഇങ്ങ വന്നിടുവേ. നീ കാത്ത അമ്മാക്കിയുടെ കൊഞ്ചം കരുതിയിരിക്ക പറഞ്ഞേക്ക് തമ്പ്രാ. മണിയൻ മേഘനെ നോക്കി കരുതലോടെ പറഞ്ഞു. ഇത് നേരത്തെ കൂട്ടി കണ്ടിട്ടാ നിന്റെ തമ്പുരാൻ അവള് വീട്ടിൽ കൊണ്ട് കുടിയിരുത്തിരിക്കുന്നത്. രാഹു പറഞ്ഞു. മണിയൻ മേഘന് വിശ്വാസം വരാത്ത പോലെ നോക്കി. നിജമാ?
അത് അമ്മ ഉങ്ക കൂടെ വാഴുങ്കേ? അവൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മേഘനെ കണ്ണുമിഴിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ, കൂടെ ഒന്നും വാഴുന്നില്ല, അതൊരു ഓരം ചേർന്ന് വളരുന്നു, അത്രേ ഉള്ളൂ. രാഘവനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പടിയാ? അവൻ മേഘനെ നോക്കി ആശ്ചര്യത്തോടെ ചോദിച്ചു. അപ്പടിയല്ലടാ കുപ്പിടി, നീ നിന്റെ കാര്യം നോക്കടാ ചെക്ക, വെറുതെ ഈ കോന്തന്റെ വാക്കും കേട്ടിരിക്കാതെ. മേഘൻ പറഞ്ഞുകൊണ്ട് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറകിലെ സീറ്റിലേക്ക് നടന്നു. ഡ്രൈവർ വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തും പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് ഒന്നിച്ചാണ്. വണ്ടി എടുക്കല്ലേ, ആള് കയറാനുണ്ട്. പുറകിലെ സീറ്റിൽ ഇരുന്ന ഒരു അപ്പാപ്പൻ ബസ് കിടക്കുന്നിടത്തേക്ക് ധൃതിയിൽ ഓടി വരുന്നവരെ നോക്കി പറഞ്ഞു. മേഘൻ ബസിന്റെ കമ്പിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തി നോക്കി. അങ്ങനെ നോക്കിയത് അവന്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ഒടുത്തിരുന്ന ആകാശ നീലനിറത്തിലെ സാരി അല്പം പൊക്കി പിടിച്ച് ഓടിക്കൊണ്ട് നടക്കുന്ന അവന്റെ ഭൂമിയിലാണ്. അത് കാണവേ അവന്റെ ചുണ്ടുകളിലെ ഒരു കള്ളശ്ശിരി മിന്നിമാഞ്ഞു. രണ്ടാമതായി അവന്റെ കണ്ണുകൾ പതിഞ്ഞത് അവൾക്കൊപ്പം തന്നെ ബസ്സിൽ കയറാനെന്ന പോലെ ഓടി വരുന്ന രുദ്രനിലാണ്. വേഗം വാഴ്ത്തി, ഇല്ലേ ചിലപ്പോ ആ ഏട്ടൻ കോശവൻ. വേഗം വാഴ്ത്തി, ഇല്ലേ ചിലപ്പോ ആ ഏട്ടൻ കോശവൻ നമ്മളെ കണ്ട വണ്ടി നിർത്തി തരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. രുദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കിടന്ന ഹാൻഡ് ബാഗ് വാങ്ങി തോളിലിട്ട് അവളുടെ കൈയും പിടിച്ച് മുന്നേ ഓടി. രാഘവോ! അത് കാണേ മേഘൻ ഡ്രൈവറെ ഒന്ന് താളത്തിൽ നീട്ടി വിളിച്ചു. എന്താ നമ്പ്ര? വണ്ടി പയ്യങ്ങ് എടുത്തോ. അവൻ ചുണ്ടിലെ കള്ളച്ചിരി ഒതുക്കി പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ പുറകിലെ ഡോർ തുറന്നു പിടിച്ച് ആ പടിയിലേക്കായി ഇറങ്ങി നിന്നു. അവന്റെ ആജ്ഞ കിട്ടിയതും രാഘവൻ പയ്യെ വണ്ടി മുന്നിലേക്ക് എടുത്തു. തിണ്ടി! ആകാണ് രാവ് പിറുവിറുത്തു. വണ്ടി നിർത്താൻ പറയണോ, ഞങ്ങൾ കയറട്ടെ. ഭൂവി അവനടുത്തേക്ക് എത്തിയതും വിളിച്ചു പറഞ്ഞുകൊണ്ട് വണ്ടി ചലിക്കുന്നതിനനുസരിച്ച് മുന്നിലേക്ക് നീങ്ങി. അയ്യോ, ഓടിക്കഴിഞ്ഞാ പിന്നെ ഇത് പെട്ടെന്നൊന്നും നിർത്താൻ ഒക്കില്ലെന്നേ. നീ പയ്യങ്ങ് കയറടി ബൊമ്മി, ഞാൻ വീഴാതെ പിടിച്ചോളാം. അവൻ ബസ്സിന് പിറകെ ഓടുന്നവളെ നോക്കി കള്ളച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആൾ അവനെ പല്ലടിച്ചുകൊണ്ട് നോക്കി. ഏടത്തി പിടിക്കണ്ട, ഞാൻ ആദ്യം കയറാം, എന്നിട്ട് ഏടത്തിയെ ഹെൽപ്പ് ചെയ്യാം. ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് ചാടിക്കയറിയതും മേഘന അവനെ അവിടെ നിൽക്കാൻ സമ്മതിക്കാതെ ഉള്ളിലേക്ക് തള്ളി. ഏട്ടാ ഏടത്തി! അവൻ ബസ്സിന് പിറകെ ഓടുന്നവളെ നോക്കി മേഘനോട് ആകുലതയോടെ പറഞ്ഞു. മണിയാ! അത് കേൾക്കാൻ മേഘന അവളിൽ നിന്ന് ഓട്ടം മാറ്റാതെ മുന്നിൽ നിന്ന മണിയെ നീട്ടിയെന്ന് വിളിച്ചു. ആ വിളി എന്തിനുള്ളതാണെന്ന് മനസ്സിലായതും മണിയെ രുദ്രനെയും പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് നീങ്ങി. ഏട്ടാ വെറുതെ കളിക്കലേ, ഏടത്തിക്ക് ഇതൊന്നും പരിചയമില്ലാത്ത. തന്നെ അകത്തേക്ക് പിടിച്ച് വലിക്കുന്നവന്റെ പിടിയിൽ നിന്ന് കുതിരക്കൊണ്ടവൻ പറഞ്ഞു. ഏടത്തിക്ക് പരിചയമില്ലാത്തതൊക്കെ പരിചയപ്പെടുത്താനല്ലേടാ ഏട്ടൻ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് വെറുതെ നിന്ന് കുതിക്കാതെ അനിയൻകുട്ടൻ അങ്ങോട്ട് ചെന്നാട്ടെ. അവൻ ബസ്സിൽ പിടിക്കാൻ നോക്കുന്നവരിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ ഒരു കള്ളച്ചിരിയുടെ അകമ്പടിയോടെ മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേൾക്കെ ആളവനെ കൂർപ്പിച്ച് നോക്കി. വണ്ടി എടുത്തോളൂ ചൊറിയൻ ചേനെ, എനിക്ക് കയറണം. ആളവനെ നോക്കി പറഞ്ഞു. അവൻ അതേ കള്ളച്ചിരിയോടെ സൈഡിലേക്ക് ചാരിയുന്നുകൊണ്ട് അവൾക്ക് നേരെ ഒരു കൈ നീട്ടി പിടിച്ചു. വാ! അവൻ അവൾക്ക് നേരെ ഒരു കൈ നീട്ടി വിളിച്ചു. അവളുടെ മുഖം കുട്ടിക്കലം പോലെ വീർത്തു. പോടാ! അത് കാണെ അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. രാഘവോ! അത് കേട്ട് അവൻ വീണ്ടും ഡ്രൈവറെ നീട്ടി വിളിച്ചു. അത് കേട്ടത് അയാൾ നേരത്തെ അല്പം കൂടി വേഗത്തിൽ വണ്ടി ചലിപ്പിച്ചു. അതറിയാൻ അവളുടെ കണ്ണൊന്നും മിഴിഞ്ഞു. അതേ മിഴിഞ്ഞ കണ്ണുകളോട് അവനെ നോക്കിയതും കാണുന്നു ഒരവലക്ഷണം പിടിച്ച ചിരിയോടെ തന്നെ നോക്കിക്കൊണ്ട് മീശ വിരിച്ച് വായെന്ന രീതിയിൽ അവൾ നോക്കി തലയാട്ടുന്നവനെയാണ്. അത് കാണെ അവൾ അവനെ ഒന്ന് ചുണ്ട് ചുളുക്കി നോക്കിക്കൊണ്ട് ഇല്ല എന്ന പോൽ തോണ്ടി. ഇങ്ങോട്ട് വാടി! അവൻ പറയുന്നതിനൊപ്പം ഇരു കഴിഞ്ഞാൽ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി പൊക്കിയെടുത്തുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവന്റെ ആ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ അവൾ കണ്ണു വീഴ്ച അവനെ നോക്കി നിന്നുപോയി. ആ രംഗം കണ്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരിലൊരാൾ അവരെ നോക്കി നീട്ടിയൊരു വിസിലടിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്ന്. അടുത്ത നിമിഷം തന്നെ അവനെ ഒന്ന് പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൾ പടികൾ കയറി മുകളിലേക്ക് നീങ്ങി. വാട്ട് എ റൈറ്റ്! അവൾ കയറിപ്പോയ അടുത്ത നിമിഷം തന്നെ അവന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഏടത്തി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? രുദ്രൻ തനിക്ക് പുറകിലെ സീറ്റിലിരിക്കുന്നവളെ തിരിഞ്ഞു പോയിക്കൊണ്ട് ചോദിച്ചു. അവളിൽ എന്ന പോൽ തലയാട്ടം നിന്നും അടുത്ത നിമിഷം അവൾക്കടുത്തായി മേഘൻ സ്ഥാനം പിടിച്ചിരുന്നു. അത് കാണാൻ രുദ്രരാവിനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. ഏടത്തിക്ക് ഒരു പ്രശ്നവുമില്ല, തൽക്കാലം ഏട്ടന്റെ മോനെ നേരെ നോക്കിയിരുന്നേ, ഇല്ലേ പെടലി ഒടിയും. മേഘൻ തന്നെ നോക്കി കണ്ണുരുട്ടുന്നവനായി ചിരിയോടെ പറഞ്ഞുകൊണ്ട് സീറ്റിന് പുറകിലേക്ക് കൈവച്ചുകൊണ്ട് നിവർന്നിരുന്നു. നാറി! അത് കാണെ അവനെ നല്ലപോലെ സ്മരിച്ചുകൊണ്ട് രുദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് രാവിന്റെ അടുത്തേക്കായിരുന്നു. നിന്റെ ചേട്ടനിൽ അവളോടുള്ള പ്രേമമൂത്ത് ഭ്രാന്തായതാടാ. നീ ഇങ്ങോട്ട് വന്നത് നന്നായി, ഇല്ലേ നിന്റെ കഴുത്തിൽ അവന്റെ കക്ഷത്തിലിരുന്നേനെ. രാവ് അവളോട് ഒട്ടിയിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് നെടുവീർപ്പോടെ പറഞ്ഞു. രാവിലെ തന്നെ ആരുടെ ചോരടിക്കാനാ എന്റെ വടയക്ഷിയുടെ ഈ യാത്ര? അവൻ തന്നെ നോക്കാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ നോക്കി ചോദിച്ചു. ആരുടെ ഇയാൾക്കെന്താ? ആളവനെ നോക്കി ചുണ്ടൂർപ്പിച്ച് ചോദിച്ചു. അതെന്തു വർത്താന എന്റെ യക്ഷിക്കുഞ്ഞേ, ഞാനിവിടെ ഇന്നാ എന്റെ ചോര പിടിച്ചോന്നും പറഞ്ഞ് കഴുത്തു നീട്ടി പിടിച്ചിരിക്കുമ്പോ നീ എന്നെ മൈൻഡാക്കാതെ വേറെ ആരുടെ ചോര കുടിക്കാനടി പോകുന്നേ?
മേഘന അവളുടെ കയ്യിലെ രുദ്രാക്ഷത്തിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയ ശേഷം അവനിൽ നിന്ന് ആ കൈ വലിച്ചെടുത്തു. ഇന്നലെ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ഇയാൾക്ക്. വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടാ കുഞ്ഞു തമ്പുരാൻ പോവാൻ നോക്കിയേ. ഇല്ലാച്ചാൽ ഈ ബോഡി ഫുള്ള് പഞ്ചർ ഒട്ടിക്കേണ്ടി വരും. അവൾ അവനെ നോക്കി കണ്ണുറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഒട്ടിച്ചോടി ബൊമ്മി, നിന്റെ നാദേടിന് സന്തോഷേ ഉള്ളൂ. അവൻ മുന്നിലെ സീറ്റിലേക്ക് തല താങ്ങി വെച്ചുകൊണ്ട് അവളെ ചുണ്ടിടിപ്പിക്കാനെന്നോളം പറഞ്ഞു. അയ്യടാ, ഏത് കോതേട്ടൻ? അവൾ അവനെ നോക്കി പുച്ഛം വാരി വിതറിക്കൊണ്ട് ചോദിച്ചു. അത് കാണേ അവൻ ഞാനെന്നർത്ഥത്തിൽ അവളെ നോക്കി തലയലിപ്പിച്ചു. അയ്യ, ഒരു നാദേട്ടൻ വന്നിരിക്കുന്നു. കുഞ്ഞമ്പുരാനെ, ഈ വക ആഗ്രഹത്തിന്റെ അടുത്തേക്ക് വരണ്ട. അത് നടക്കില്ല. അവൾ വാശിയോടെ പറഞ്ഞു. അല്ലേലും എന്റെ വടയക്ഷി അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കണ്ട. നമുക്കിങ്ങനെ പരസ്പരം ചോരൊടിച്ച് നടക്കാടി. അത് കഴിഞ്ഞു മതി കെട്ടും പൂട്ടും ഒക്കെ. അവൻ അവളെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. എനിക്ക് ഇയാളെ കെട്ടണ്ട. അവൾ അവനെ നോക്കി വാശിയോടെ പറഞ്ഞു. വേണ്ട, കെട്ടണ്ട. അല്ലേലും എന്റെ ബൊമ്മി കെട്ടണ്ട, ഞാൻ കെട്ടിക്കോളാം. എന്റെ പൊന്ന് 1-2 മിനിറ്റ് അനങ്ങാതെ നിന്ന് തന്നാ മാത്രം മതി. ബാക്കി ഏട്ടന് വിട്ടേക്ക് പട്ടി. അവൾ അവരെ നോക്കി ചൊടിയോടെ വിളിച്ചു. പെണ്ണ്, ഈടായിട്ട് ഈ പട്ടിവിളി കുറച്ച് കൂടുന്നുണ്ട് നിനക്കേ. ഇനി ഒരിക്കൽ കൂടി ഞാനിത് കേട്ട പൊന്നു മോളെ ബൊമ്മി, നിന്റെ ചുണ്ട് ഞാനിങ്ങ് കടിച്ചെടുക്കുവേ. അവസാനം ഒരു അവൻ പറഞ്ഞ അത്രയും അവൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ പതിയാണ്. അത് കേൾക്കി അവൾ അവനെ മിഴിച്ചു നോക്കിയിരുന്നു. വേഗം വിളിച്ചേക്കണേടി ബൊമ്മി, എന്നിട്ട് വേണം ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം കാണാൻ. അവൻ അവൾ നോക്കിയൊന്ന് കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി. ഇതെന്താ എന്റെ കുഞ്ഞുമണിക്ക് ഇന്ന് ഇത്ര ഉറക്കം? അവൾ ഉറക്കച്ചടവോടെ തന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് താഴേക്കുള്ള പടികൾ ഓരോന്നായി ഇറങ്ങുന്നതിനിടയിൽ തിരക്കി. കഴുത്തിൽ നിന്ന് മുഖം മാറ്റാതെ കുഞ്ഞി പെണ്ണ് വിളിച്ചു. നീലീടാത്തരങ്ങൾ മനോഹരമായി ഒന്ന് വിരിഞ്ഞു. ഓ, അതിനവളൊന്ന് വിളിയേറ്റുകൊണ്ട് കുഞ്ഞുമായി അടുക്കളയിലേക്ക് നടന്നു. സമയം 5 മണിയോട് അടുക്കാനായിട്ടുണ്ട്. നന്നായി കോട ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അവിടെ. 3 മണി കഴിഞ്ഞതും മയിലമ്മയോട് പോയിക്കൊള്ളാൻ പറഞ്ഞ് കുഞ്ഞുമായിട്ടൊന്ന് ഉറങ്ങാൻ കിടന്നാണ് അവൾ. നല്ല കോടയും മഴയുള്ളതുകൊണ്ട് തന്നെ ഇവിടം പെട്ടെന്ന് തന്നെ ഇരുട്ടിന് കീഴ്പ്പെടും. അത് നേരത്തെ കൂട്ടി കണ്ടുകൊണ്ടാണ് മയിലമ്മയോട് നേരത്തെ തന്നെ വീട്ടിലേക്ക് തിരിച്ചോളാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ പിന്നെ ഇന്ദ്രൻ വരുന്നവരെ അവൾക്ക് കൂട്ടിയിരുന്നാൽ അന്നത്തെ പോലെ ഇന്നും ആള് വീട്ടിലേക്ക് പോവലുണ്ടാവില്ല. കുഞ്ഞി, അവളവിടെ അടച്ചു വെച്ചിരുന്ന പാത്രം തുറന്ന് അല്പം കുറുക്കൊരു ചെറിയ ബൗളിലേക്ക് പാർത്തുന്നിടയിൽ ഉറക്കപ്പീച്ചിൽ കിടക്കുന്ന കുഞ്ഞിനെ വാത്സല്യത്തോടെ വിളിച്ചു. പക്ഷെ ആളതൊന്നും കേൾക്കാതെ അവളുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന് അവളുടെ കഴുത്തിലെ താലിമാല പരിശോധിക്കുന്ന തിരക്കിലാണ്. ഇടക്കത് രുചിച്ചു നോക്കാൻ എന്നോണം വായിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്റെ കുഞ്ഞിക്ക് ഇവിടെ കഴിക്കാൻ എന്തൊക്കെ സാധനങ്ങളുള്ളത്? എന്നിട്ട് നീ എന്തിനാടി കള്ളിപ്പാറു നീങ്ങനെ ഈ കുഞ്ഞുവായിലേക്ക് കൊണ്ടുപോകുന്നത്? അവൾ കുഞ്ഞിന്റെ വായിൽ നിന്ന് ആ മാല വേർപ്പെടുന്നതിനിടയിൽ അവളോട് കുറുമ്പോടെ പറഞ്ഞു. പക്ഷെ അവിടെ അതൊന്നും യേശുന്നേ ഇല്ല. ആളിപ്പോഴും അത് കുഞ്ഞി കൈ കൊണ്ട് പിടിച്ചു വലിച്ച് വായിലേക്ക് കൊണ്ടുപോകുന്ന തിരക്കിലാണ്. എന്റെ കുഞ്ഞിപ്പാറുവിനെ കഴിക്കാനല്ലേ ഞാൻ പാപ്പ എടുത്തത്. അവൾ പറഞ്ഞുകൊണ്ട് കയ്യിലെ പാത്രവും പിടിച്ച് അവൾ തിരിഞ്ഞടക്കാൻ ഒരുങ്ങുകയാണ്. പുറകുവശത്ത് നിന്ന് കോഴികളുടെ ഉച്ചത്തിലുള്ള കൊക്കൽ കേൾക്കുന്നു. ഇതെന്താ ഈ വിറ്റോളി ഈ നേരത്തിന് ഇങ്ങനെ കരയുന്നത്? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് പാതിചാരി കിടന്ന അടുക്കള വാതിലൂടെ പുറത്തേക്ക് നോക്കവേ അവിടെ കണ്ട കാഴ്ചയിൽ ആദ്യം അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞെങ്കിലും അടുത്ത നിമിഷം ആ കാഴ്ച അവളുടെ കണ്ണുവീഴ്ച്ചിരുന്നു. ഒരു കോഴിയെ കയ്യിൽ പിടിച്ച് താലോലിച്ചുകൊണ്ടിരുന്ന ചിന്നൻ അടുത്ത നിമിഷം ആ കോഴിയുടെ കഴുത്ത് ഒറ്റത്തിരിക്കലിന് ഒടിച്ചു. അതിന്റെ ഞെട്ടറ്റ കഴുത്തിൽ നിന്ന് ഒഴുകി തെറിച്ച ചുടി രക്തം അവന്റെ മുഖത്തുൾപ്പെടെ എല്ലായിടത്തേക്കും ചീറ്റി തെറിച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പ് വരെ അവനിൽ കണ്ട സ്നേഹതാളത്തിന്റെ ഇരുണ്ട മറുപുറം പോലെ തോന്നിച്ച അവൾക്ക് ആ നിമിഷം അതിന്റെ ഞെട്ടറ്റ കഴുത്ത് ക്ഷണനേരം കൊണ്ട് തിന്മയുടെ പ്രതീകമായി മാറി. അവനിലേക്ക് പെയ്തിറങ്ങിയ ചുടി രക്തത്തിന്റെ ചോപ്പ് ചിന്നന്റെ വരണ്ടുണങ്ങിയ ചുണ്ടിന്മേലെയും കണ്ണുകളിലും ഒരുപോലെ ചിന്നിച്ചിതറി. കൈകളിൽ, നെഞ്ചിൽ, വസ്ത്രങ്ങളിൽ വരെ അതിന്റെ കറവുരുണ്ട്. അത് കണ്ടിരുന്നവളിൽ ഒരു നിമിഷം ആ കാഴ്ച അവളുടെ കണ്ണുകൾക്ക് സഹിക്കാനാവാത്ത വിധം മനസ്സിനെ ഉലച്ചു കളഞ്ഞു. അപ്രതീക്ഷിതമായ ക്രൂരതയുടെ ഇടയിൽ അവരുടെ മുഖത്തൊരു മാറ്റങ്ങളൊന്നും പ്രത്യക്ഷപ്പെട്ടില്ലെന്നാണ് അവളുടെ മനസ്സിനെ കൂടുതൽ താളം തെറ്റിച്ച മറ്റൊരു കാര്യം. ദുഃഖമോ ആ ജീവിയോട് തോന്നേണ്ട സഹാനുഭൂതിയൊന്നും ആ മുഖത്തില്ല. തീർത്തും ശാന്തമായ അവന്റെ ആ മുഖഭാവം അവളിൽ ഭീതിയുടെ വിത്തുകൾ ഇതിനോടകം പാകിക്കഴിഞ്ഞിരുന്നു. മമതയുടെ തിരശീലയിൽ മറിഞ്ഞു കാത്തിരിക്കുന്ന ക്രൂരതയുടെ നേർക്കാഴ്ച, അതാണ് അവൾക്ക് ആ നിമിഷം തോന്നിയ കാര്യം. അവൻ ആ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കോഴിയുടെ കഴുത്തൊന്ന് ഉലച്ചുകൊണ്ട് തിരിഞ്ഞതും കാണുന്നത് തന്നെ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുന്ന നീലിയാണ്. അത് കാണെ അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. തന്നെ അവജ്ഞതയോടെ നോക്കുന്ന അവളുടെ മിഴികളറിയവേ അവൻ തന്റെ ചുണ്ടിൻ കോണിൽ പറ്റിപ്പിടിച്ച രക്തം നാവിനാൽ ഒപ്പിയെടുത്തതും അത് കണ്ടിരുന്ന അവൾ കയ്യിൽ പിടിച്ചിരുന്ന കുറുക്കിന്റെ പാത്രം നിലത്തേക്കിട്ട് വായ പൊത്തിപ്പിടിച്ച ഒറ്റ ഓട്ടമായിരുന്നു അകത്തേക്ക്. ഹാളിലേക്ക് കാലെടുത്ത് വെച്ച ഇന്ദ്രന്റെ കണ്ണുകളെ വരവേറ്റത് ഒരു കയ്യിൽ കുഞ്ഞിനെയും പിടിച്ച് മറുകയാൽ വായ പൊത്തിക്കൊണ്ട് ധൃതിയിൽ അടുക്കളയിൽ നിന്ന് ഓടി വരുന്നവളെയാണ്. ആ കാഴ്ചയിൽ ആദ്യം ഒന്ന് അന്താളിച്ചെന്നെങ്കിലും അടുത്ത നിമിഷം അവൻ അവൾക്കടുത്തേക്ക് പാഞ്ഞിരുന്നു. എന്താടി?
അവൻ വാഷ് ബേസിലേക്ക് കുനിഞ്ഞെന്ന് നോക്കാനിക്കുന്നവളുടെ പുറത്ത് അടവി കൊടുത്തുകൊണ്ട് അവളോട് പതട്ടത്തോടെ ചോദിച്ചു. അവൾ പക്ഷെ അതൊന്നും കേൾക്കുന്നേയില്ല. മനസ്സത്രയും കഴിഞ്ഞുപോയ നിമിഷത്തിലെവിടെ ഉടക്കി കിടക്കുകയാണ്. കണ്ണുകൾക്ക് മുമ്പിൽ ആ കാഴ്ച കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു വരും തോറും അവളുടെ ഓക്കാനത്തിനും ശക്തിയേറി. നീലി, നീ എന്താ പറ്റി? പെട്ടെന്ന് എന്താ നിനക്കിങ്ങനെ? അവനവളുടെ പുറവൊഴിയുന്നതിനിടയിൽ ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന ആകുലതയെ അടക്കവയ്യാതെ ചോദിച്ചുകൊണ്ടിരുന്നു. ഉള്ളിലുള്ളതെല്ലാം പുറന്തള്ളിക്കൊണ്ട് അവൾ മുഖവും വായും കഴുകി തളർച്ചയോടെ നേരെ നിന്നു. ഇന്ദ്രൻ അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് തളർന്നു നിൽക്കുന്നവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അവളൊരു താങ്ങിട്ടിയ ആശ്വാസത്തിൽ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ഡീ, എന്താ നിനക്ക് വയ്യേ? പനി മാറിയിരുന്നല്ലോ, പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഛർദ്ദിക്കാൻ? അവൻ തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവളുടെ കഴുത്തിലും നെറ്റിയിലെല്ലാം കൈവച്ച് നോക്കിക്കൊണ്ട് അവളോട് ആകുലതയോടെ ചോദിച്ചു. പക്ഷേ മറുപടിയായി അവളുടെ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ വന്നില്ല. നീ ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നേടി പോത്തെ? അവൻ തന്നെ നെഞ്ചിലേക്ക് ചാരി നിൽക്കുന്നവരുടെ കവിളിലേക്ക് കൈവച്ചുകൊണ്ട് ഉള്ളിലെ ആശങ്കയിൽ നിന്നും പിറവി കൊണ്ട ക്രോധത്തിൽ ചോദിച്ചതും അവൾ അവനെ തന്റെ ക്ഷീണിച്ച മുഖമുയർത്തിയെന്ന് നോക്കി. ക്ഷീണം മൂടി ആ കണ്ണുകൾ കാണും തോറും അവനിൽ എന്തെന്നില്ലാത്ത ദേഷ്യവും പരിഭ്രമവും സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രേട്ടാ, അവൾ ക്ഷീണിച്ച സ്വരത്തിൽ അവനെ വിളിക്കവേ അവിടെ ആ നന്നേ പതുങ്ങിപ്പോയ സ്വരത്തിൽ അവന്റെ ഉള്ളമൊന്ന് പിടഞ്ഞത് അവൻ അറിഞ്ഞു. എന്താടി നിനക്ക്? വീണു വയ്യാതെയായോ? നമുക്ക് ആശുപത്രിയിലൊന്ന് പോയാലോ? അവൻ നന്നേ തളർന്ന് അവളുടെ മുഖത്തുനിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റാത്തന്നെ അവളോട് ചോദിച്ചു. എനിക്കൊന്ന് കിടക്കണം. അവൾ അവന് മറുപടി നൽകിയതും അവൻ അവളെയും പൊതിഞ്ഞു പിടിച്ച് മുകളിലേക്കുള്ള പടികൾ കയറിയിരുന്നു. മുറിയിലെത്തിയതും അവൾ അവനിലുള്ള പിടി അയച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നു. പനി വിട്ടുമാറി വരുന്നതേയുള്ള അവളുടെ ശരീരം. അതിനുള്ളിൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്നറിയാതെ അവനുള്ളം ആകുലതകളാൽ കീഴ്പ്പെട്ടു. നന്നേ തളർന്ന ശരീരത്തോടെ കിടക്കയിൽ സ്ഥാനം പിടിച്ചവളെ കാണെ കുഞ്ഞിനെയും മടിയിൽ വെച്ചുകൊണ്ട് അവൻ അവൾക്കരികിലായി ഇരിപ്പുറപ്പിച്ചു. മമ്മ. അവൾ കിടക്കുന്ന കണ്ടതും കുഞ്ഞ് അവൾക്ക് മുകളിലേക്ക് ചായാൻ ശ്രമിച്ചുകൊണ്ട് അവളെ വിളിച്ചു. എന്നാൽ ഇന്ദ്രൻ അവൾ അതിനെ സമ്മതിക്കാതെ കൂടുതൽ തന്നിലേക്ക് ചേർത്തിരുത്തി. ഇന്ദ്രേട്ടാ, അവൾ തളർച്ചയുടെ സ്വരത്തിൽ വിളിക്കവേ അവൻ ആകുലതയോടെ അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു. എന്താടി, എന്തെങ്കിലും വേണോ? തീരെ വൈകി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അവന്റെ പരിക്കം വാക്കുകൾക്ക് അവൻ പോലും അറിയാതെ സഭ്യത കൈവന്ന നിമിഷമായിരുന്നത്. എനിക്കൊന്നുമില്ല, ഒന്ന് ഉറങ്ങിയിരുന്നേറ്റേ ശരിയാവും. മോൾക്ക് വിശക്കുന്നുണ്ടാവും. ഞാൻ അടുക്കളയിൽ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് അവൾക്ക് കൊടുക്കുവോ? അവൾ നന്നേ ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചോ. ഇന്ദ്രൻ അവളുടെ തലയിലൂടെ ഒന്ന് വിരലോടിച്ചു. ഇന്ദ്രേട്ടാ. അവളിൽ നിന്ന് മറുപടി ചെയ്ത് വരാതായതും അവൾ അവനെ വിളിച്ചു. ഞാൻ കൊടുത്തോളടി. ആ വിളി എന്തിനാണെന്ന് മനസ്സിലായതുപോൽ അവൻ അവളോട് പറഞ്ഞു. അത് കേൾക്കെ അവൾ തന്റെ കണ്ണുകൾ അടച്ചു. കുറച്ചു നേരം അവളെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നതിന് ശേഷം അവൻ കുഞ്ഞുമായി മുറിക്ക് പുറത്തേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.